ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനീഷ. ലീഫ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അകത്തും പുറത്തും ഒരുപോലെ വളർത്താവുന്ന, ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വളർത്താവുന്ന 100-ലധികം ചെടികളുടെ ഒരു ഓഫർ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇവയുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 50 രൂപയിലാണ്. എല്ലാ പ്ലാന്റ്സിൻ്റെയും പ്രൈസും അവയുടെ പ്ലാന്റ് സൈസും വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അവയെല്ലാവരും കറക്റ്റായി കണ്ട ശേഷം മാത്രം പ്ലാന്റ്സുകൾ വാങ്ങിക്കാൻ ശ്രദ്ധിക്കണം. ഫസ്റ്റ് വൺ വരുന്നത് ഗ്രീൻ ഓക്സാലിസ് ആണ്. ഇതിന് 50 രൂപയാണ് പ്രൈസ് വരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അടുത്തതായിട്ട് വരുന്നത് യെല്ലോ ഫ്യൂഷനാണ്. ഇത് ഇൻഡോറായിട്ട് വളർത്താവുന്ന ഒരു പ്ലാന്റ് ആണ്. വെളിച്ചം കിട്ടുന്ന ഭാഗത്ത് ലോ ലൈറ്റായി വളർത്തുന്നതാണ് ഇതിന് കൂടുതൽ ഭംഗി. അടുത്തതായിട്ട് വരുന്നത് മിൽക്കി ബാംബു ആണ്. മിൽക്കി ബാംബു പ്ലാന്റും ഒരു ഹാഫ് ഇൻഡോറായിട്ട് വളർത്തിയെടുക്കാവുന്നതാണ്. ഫുള്ളായിട്ട് ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു വെരിഗേഷൻ നഷ്ടപ്പെടുന്നു. നെക്സ്റ്റ് വൺ വരുന്നത് യെല്ലോ ജാസ്മിനാണ്. യെല്ലോ ജാസ്മിൻ ഒരുപാട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് സുഗന്ധമുള്ളൊരു പ്ലാന്റ് അല്ല ഇത്, ഒരു ഫ്ലവർ അല്ല. എന്നാൽ ജാസ്മിൻ ഫ്ലവർ പോലെ തന്നെ യെല്ലോ കളറിൽ നിറഞ്ഞ പൂക്കളുണ്ടാകുന്നൊരു മിനിമൈസായിട്ട് വളരുന്ന ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ്. ബുഷിയായിട്ട് കുറ്റിച്ചെടിയായിട്ട് അങ്ങനെ ഇതിനെ വളർത്തിയെടുക്കാവുന്നതാണ്. 60 രൂപയാണ് പ്രൈസ്. നെക്സ്റ്റ് വൺ വരുന്നത് വെരിഗേറ്റഡ് കാനാ ലില്ലിയാണ്. വെരിഗേറ്റഡ് കാനാ ലില്ലിയുടെ ഡ്വാഫ് വെറൈറ്റിയാണ്. ഒരുപാട് ഹൈറ്റ് വെച്ച് പോകുന്ന ടൈപ്പല്ല. 70 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇതിന് ഓറഞ്ച് നിറത്തിലുള്ള ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച ഫ്ലവറാണ് ഉണ്ടാകുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഓർക്കിഡ് റോസ് ആണ്. ഓർക്കിഡ് റോസിൻ്റെ നല്ല ഹെൽത്തിയായ ബുഷിയായി നിൽക്കുന്ന പ്ലാന്റ്സുകളാണ്. ചില പ്ലാന്റ്സുകളൊക്കെ ഫ്ലവറായി തുടങ്ങിയിട്ടുണ്ട്. ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റുകളാണെങ്കിൽ പോലും നല്ല ബുഷിയായ പ്ലാന്റുകളാണ് ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 140 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഈ ഒരു സെയിം സൈസിലുള്ള പ്ലാന്റുകൾ തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഓർക്കിഡ് റോസിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഇതിന് മുള്ളുകൾ ഉണ്ടാവില്ല, എന്നാൽ നല്ല ബുഷിയായി നിന്ന് എല്ലാ സമയങ്ങളിലും ഓർക്കിഡ് റോസിൽ പൂക്കൾ ഉണ്ടാകുകയും ചെയ്യും. നെക്സ്റ്റ് വൺ വരുന്നത് ഗോൾഡ് ഫിഷ് പ്ലാന്റ് ആണ്. നമുക്ക് ഒരു ഹാഫ് ഇൻഡോർ ആയിട്ട് വളർത്തിയെടുക്കാം. എന്നാൽ നല്ല വെളിച്ചമുള്ള ഭാഗത്താണെങ്കിലാണ് നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്നത്. ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കുമ്പോൾ ഇതിൻ്റെ ലീഫിൻ്റെ ആ ഒരു ഗ്ലേസിംഗ് ഒക്കെ നഷ്ടപ്പെടുന്നു. നെക്സ്റ്റ് വൺ വരുന്നത് മാരിഗോൾഡ് ആണ്. മാരിഗോൾഡിൻ്റെ ഒരു മെറൂൺ ഷെയ്ഡിലുള്ള ഫ്ലവറോട് കൂടിയ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് അയച്ചു തരുന്നത്. എല്ലാ പ്ലാന്റിലും പൂക്കളും മൊട്ടുകളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. മാരിഗോൾഡ് നിങ്ങൾക്കറിയാലോ, ഇതിൻ്റെ സീഡ് ഉണക്കിയെടുത്ത് ഇതിൽ നിന്ന് തന്നെ പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അടുത്തതായിട്ട് വൈറ്റ് കളറിലുള്ള ബേർഡ് ഓഫ് പാരഡൈസ് ആണ്. ഈ വൈറ്റ് ഷെയ്ഡ് കുറച്ച് കാലങ്ങളേ ആയിട്ടുള്ളൂ നമ്മുടെ നഴ്സറികളിലൊക്കെ ഇറങ്ങി തുടങ്ങിയിട്ട്. ഇതിൻ്റെ നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ്. വിത്ത് പോട്ടോട് കൂടിയിട്ടാണ് 180 രൂപയ്ക്ക് ഈ പ്ലാന്റ്സുകൾ അയക്കുന്നത്. ഇൻഡോറായിട്ട് വളർത്താവുന്നതാണ്. നെക്സ്റ്റ് വൺ ഡോംബിയ പ്ലാന്റ് ആണ്. ഡോംബിയ പ്ലാന്റ് നമ്മുടെ ഹൈഡ്രാഞ്ചിയൊക്കെ പോലെ നിറഞ്ഞ് നല്ല ബഞ്ചായിട്ട് നിന്ന് പൂക്കൾ തരുന്നൊരു പ്ലാന്റ് ആണ്. എന്നാൽ കുറച്ചൊരു മരമായി പോകുന്ന ടൈപ്പാണ് ഈ ഡോംബിയ പ്ലാന്റ്. ഇതിനെ പോട്ടിൽ വളർത്തുകയാണെങ്കിൽ വെട്ടി നിർത്തി കുറ്റിച്ചെടിയായിട്ട് തന്നെ വളർത്തിയെടുക്കാവുന്നതാണ്. നിലത്താണെങ്കിൽ ഈ പ്ലാന്റ് കുറച്ചൊന്ന് ഹൈറ്റ് വെച്ച് കുറച്ച് സമയം കൊണ്ട് ഒരു ട്രീ ആയിട്ട് മാറുന്നതാണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇത് സീസണലല്ല, ഓൾ സീസണാണ്. എല്ലാ സമയങ്ങളിലും ഇതിൽ പൂക്കൾ ഉണ്ടാവുന്നുണ്ട്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് 80 രൂപയ്ക്ക് അയച്ചു തരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് കക്കാടമുല്ലയാണ്. കക്കാടമുല്ലയുടെ പൂക്കൾക്ക് ചെറിയൊരു സുഗന്ധമാണ് ഉണ്ടാവുന്നത്. എന്നാൽ എല്ലാ സമയങ്ങളിലും ഇതിൽ പൂക്കളായിരിക്കും. മാത്രമല്ല ഇതിൻ്റെ ആ ഒരു ബഡ് കാണാനായിട്ട്, മൊട്ടുകൾ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. നല്ലൊരു പർപ്പിൾ ആൻഡ് പിങ്ക് ഷെയ്ഡിലുള്ള മൊട്ടുകളാണ് ഈ കക്കാടമുല്ലയ്ക്കുള്ളത്. ഇതാണ് പ്ലാന്റ് സൈസ്. നെക്സ്റ്റ് വൺ വരുന്നത് ഏഞ്ചലോണിയ പ്ലാന്റ് ആണ്. ഏഞ്ചലോണിയ ഒരു കുറ്റിച്ചെടി വർഗ്ഗത്തിൽപ്പെട്ട പ്ലാന്റാണ്, സ്ട്രബ് വർഗ്ഗത്തിൽപ്പെട്ട പ്ലാന്റാണ്. ഒരുപാട് ഹൈറ്റ് വെച്ച് പോകാറൊന്നുമില്ല. മാക്സിമം ഒരു 2-2.5 അടി അത്ര ഹൈറ്റ് മാത്രമാണ് ഈ പ്ലാന്റിന് ഉണ്ടാവുന്നത്. ഇതിൻ്റെ കട്ടിങ്സ് ഉപയോഗിച്ച് തന്നെ നമുക്ക് പെട്ടെന്ന് പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഹാർഡി വിഭാഗത്തിൽപ്പെട്ടതല്ല, ഒരു സോഫ്റ്റ് സ്ട്രബ് വർഗ്ഗത്തിൽപ്പെട്ട പ്ലാന്റാണ് ഏഞ്ചലോണിയ പ്ലാന്റ്. ഈ ഒരു സൈസിലുള്ള പൂക്കളൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത്.
നെക്സ്റ്റ് വൺ വരുന്നത് അക്കാലിഫയാണ്. അക്കാലിഫ നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും ബോർഡർ പ്ലാന്റ് ആയിട്ടും ഒക്കെ വളർത്തിയെടുക്കാവുന്നതാണ്. ഹാങ്ങിങ് പോട്ടിലാണ് വളർത്തുന്നതെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ എല്ലാ സമയങ്ങളിലും പൂക്കളുണ്ടായി നിൽക്കുന്ന ഒരു വെറൈറ്റിയാണ് അക്കാലിഫ പ്ലാന്റ്. 50 രൂപയാണ് പ്രൈസ്. നെക്സ്റ്റ് വൺ വരുന്നത് മൾട്ടി പെറ്റൽ ഫ്ലവറോട് കൂടിയ സ്നോ റോസ് പ്ലാന്റ് ആണ്. എല്ലാ സമയങ്ങളിലും ആയിരക്കണക്കിന് പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്ലാന്റാണ് ഈ സ്നോ റോസ്. എന്നാൽ വളരെ നാനോ ആയിട്ടുള്ള ചെറിയ പൂക്കളാണ് ഈ സ്നോ റോസിൽ ഉണ്ടാകുന്നത്. ഈ ഒരു സൈസിലുള്ള പൂക്കളൊക്കെ ആയ പ്ലാന്റാണ് അയക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ജോൺ ക്രീപ്പറാണ്. ജോൺ ക്രീപ്പറിന് നമ്മുടെ ടെക്കോമയുടെ പിങ്ക് എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ ഒരല്പം ക്രീപ്പ് ചെയ്ത് പോകുന്നൊരു വെറൈറ്റിയാണ് ഈ ജോൺ ക്രീപ്പർ. ടെക്കോമ നമുക്ക് ആയിട്ടാണ് നിൽക്കുന്നത്. ഇതൊരല്പം ക്രീപ്പ് ചെയ്ത് പോവാറുണ്ട്. നെക്സ്റ്റ് വൺ വരുന്നത് ഫിഷ് ബോൺ കാറ്റസ് ആണ്. ഈ പ്ലാന്റ് ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ലാത്തൊരു പ്ലാന്റ് ആണ്. നമുക്കൊരു ലോ ലൈറ്റായിട്ട് നല്ല വെളിച്ചമുള്ള ഭാഗത്ത്, ഡയറക്റ്റ് സൺലൈറ്റ് ഇല്ലാത്ത ഭാഗത്ത് വളർത്തിയെടുക്കുകയാണെങ്കിലാണ് ഇത് കൂടുതൽ ഭംഗിയിൽ, ഇതിൻ്റെ ലീഫ് നല്ല ഭംഗിയിൽ നല്ല ഗ്ലേസിങ്ങോട് കൂടിയിട്ട് നിലനിൽക്കുന്നത്. ഇതിൽ എല്ലാ സമയങ്ങളിലും പൂക്കൾ ഉണ്ടാവാറില്ല. നമുക്ക് വർഷത്തിൽ 1-2 തവണയാണ് പൂക്കൾ ഉണ്ടാവുന്നത്. നെക്സ്റ്റ് വൺ ബ്ലൂ ജെയ്ഡ്. റെഡ് ജെയ്ഡ് വെയിനെ അപേക്ഷിച്ച് ബ്ലൂ ജെയ്ഡിൽ എല്ലാ സമയങ്ങളിലും പൂക്കളായിരിക്കും. പ്ലാന്റ് ഒന്ന് മെച്ചുറായി തുടങ്ങിയാൽ ഒരു 2 വർഷമൊക്കെ കഴിഞ്ഞാൽ ഇതിൽ പൂക്കളില്ലാത്ത സമയം ഉണ്ടാവാറേ ഇല്ല. എല്ലാ സമയത്തും ഇതിൽ പൂക്കളുണ്ടാകും. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 450 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്തതായിട്ട് പിങ്ക് ജാസ്മിനാണ്. വളരെ ഭംഗിയിൽ ബഞ്ചായിട്ട് നിറഞ്ഞ് പൂക്കളുണ്ടാകുന്ന ഒരു ക്രീപ്പർ വെറൈറ്റിയാണ് ഈ പിങ്ക് ജാസ്മിൻ. ചിലർക്കൊക്കെ ഉള്ള ഡൗട്ടാണ് കക്കാടമുല്ലയും പിങ്ക് ജാസ്മിനും ഒന്നാണോ എന്നുള്ളത്. അല്ല, രണ്ടും 2 പ്ലാന്റ് തന്നെയാണ്. പിങ്ക് ജാസ്മിൻ കുറച്ചൊന്ന് ക്രീപ്പ് ചെയ്ത് പോകുന്ന, അത്യാവശ്യം നന്നായിട്ട് തന്നെ ക്രീപ്പ് ചെയ്ത് പോകുന്നൊരു വെറൈറ്റി കൂടിയാണ്. അടുത്തതായിട്ട് വരുന്നത് ജെയ്ഡ് പ്ലാന്റ് ആണ്. ജെയ്ഡ് പ്ലാന്റിനെ ഇൻഡോർ ആയിട്ടും ഫുൾ ഔട്ട്ഡോർ ആയിട്ടും വളർത്തിയെടുക്കാവുന്നതാണ്. ഇതിനെ നമുക്ക് ബോൺസായി ആക്കി എടുക്കാനും വളരെ എളുപ്പമാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 50 രൂപയാണ് പ്രൈസ് വരുന്നത്. അടുത്തതായിട്ട് മഡഗാസ്കർ ജാസ്മിനാണ്. മഡഗാസ്കർ ജാസ്മിന് 550 രൂപയ്ക്ക് നല്ല ഹെൽത്തിയായ ബുഷിയായ പ്ലാന്റാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. നല്ല സുഗന്ധമുള്ള ഒരു ജാസ്മിൻ വെറൈറ്റിയാണ് ഈ മഡഗാസ്കർ ജാസ്മിന്. അത്യാവശ്യം ക്രീപ്പ് ചെയ്ത് പോകുന്ന ടൈപ്പാണിത്. നല്ല ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമാണ്. നെക്സ്റ്റ് വൺ വരുന്നത് പനാമ റോസിൻ്റെ പിങ്ക് ഷെയ്ഡാണ്. 80 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ തന്നെ ഒരു സ്രബ് വെറൈറ്റിയെ നമുക്കൊരു കുറ്റിച്ചെടിയായി വളർത്താവുന്ന ഒരു പ്ലാന്റാണിത്. ഇതിനെ പോട്ടിലായാലും നിലത്തായാലും നിങ്ങൾക്ക് വളർത്തിയെടുക്കാവുന്നതാണ്. അടുത്തായിട്ട് പൗഡർ പഫാണ്. പൗഡർ പഫിൻ്റെ റെഡ് കളറ് 60 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. കട്ടിങ്സ് ഉപയോഗിച്ചാണ് ഈ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് വളർന്ന് വലിയ മരമാവാതെ തന്നെ ചെറിയ പ്ലാന്റിൽ പോലും പൂക്കളുണ്ടാകുന്നുണ്ട്. ഇതാണ് പ്ലാന്റ് സൈസ്. അടുത്തതായിട്ട് ഹൈബ്രിഡ് മരുതുമാലതി. ഈ ഹൈബ്രിഡ് വെറൈറ്റിയുടെ ഒരു പ്രത്യേകത, ഇതിൻ്റെ പൂക്കൾ കണ്ടില്ലേ, നല്ല മെറൂൺ കളറിലുള്ള പൂക്കളാണ് ഉണ്ടാകുന്നത്. റെഡ്, പിങ്ക്, മെറൂൺ ഈ ഒരു ഷെയ്ഡിലുള്ള പൂക്കളാണ് ഹൈബ്രിഡ് വെറൈറ്റിയിൽ ഉണ്ടാകുന്നത്. ഇതിൻ്റെ ലീഫുകളാണെങ്കിൽ വലിയ ലീഫുകളാണ്, എന്നാൽ ഒരുപാട് ക്രീപ്പ് ചെയ്ത് പോകുന്ന ടൈപ്പല്ല. നെക്സ്റ്റ് വൺ വരുന്നത് പാരിജാതമാണ്. പാരിജാതത്തിൻ്റെ ഈ ഒരു നല്ല ബുഷിയായി നിൽക്കുന്ന പ്ലാന്റിന് ഈ ഒരു ഓഫറിൽ 200 രൂപയാണ് പ്രൈസ് ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നല്ല സുഗന്ധമുള്ള പൂക്കളാണ് പാരിജാതത്തിന് ഉണ്ടാവുന്നത്. കുറച്ച് സമയം കൊണ്ട് ഇതൊരു മരമായി മാറാറുണ്ട്. നിങ്ങൾക്ക് പോട്ടിലും നിലത്തൊക്കെ നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ വളർത്തിയെടുക്കാവുന്നതാണ്. നെക്സ്റ്റ് വൺ വരുന്നത് ചൈനീസ് ഹാറ്റാണ്. ഈ ചൈനീസ് ഹാറ്റ് പ്ലാന്റ് ഒരു സീസണൽ പ്ലാന്റ് അല്ല. എല്ലാ സമയങ്ങളിലും ഇതിൽ പൂക്കൾ ഉണ്ടാവാറുണ്ട്. നമ്മുടെ ബൊഗൈൻവില്ലയൊക്കെ പോലെ പെട്ടെന്ന് നമുക്ക് ഈ പ്ലാന്റ് കാണുമ്പോൾ, ഇതിൻ്റെ ലീഫും പൂക്കളൊക്കെ കാണുമ്പോൾ അതിനോടൊരു സാമ്യം തോന്നാറുണ്ട്. ഇവയെ നമുക്ക് കുറ്റിച്ചെടിയായിട്ട് പോട്ടിലും അതുപോലെ നിലത്ത് വളർത്തിയെടുക്കാവുന്നതാണ്. നിലത്താണ് വളർത്തുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ക്രീപ്പ് ചെയ്ത പോലെ നമ്മൾ ബൊഗൈൻവില്ലയൊക്കെ പോലെ തന്നെ പടർന്ന് കയറാറുണ്ട്. നെക്സ്റ്റ് വൺ വരുന്നത് ആമസോൺ ബ്ലൂ ആണ്. ഇതൊരു സോഫ്റ്റ് ശ്രബ് വർഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ കട്ടിങ്സ് ഉപയോഗിച്ച് തന്നെ പെട്ടെന്ന് നമുക്ക് പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നമ്മൾ കട്ട് ചെയ്യുന്നതിനനുസരിച്ച് പ്ലാന്റ് നല്ല ബുഷിയായി വരാറുണ്ട്. എല്ലാ സമയങ്ങളിലും ചെറിയ പ്ലാന്റിൽ പോലും ഇതിൽ നന്നായിട്ട് പൂക്കളുണ്ടാകുന്നു. അടുത്തതായിട്ട് ഫ്രാസർ ഐലൻഡ് ക്രീപ്പറാണ്.
ഒരുപാട് വളരെ ഭംഗിയുള്ളൊരു ക്രീപ്പർ വെറൈറ്റിയാണ് ഈ ഫ്രാസർ കേട്ടോ. ഇത് വർഷത്തിൽ 2 തവണയാണ്, മാക്സിമം 2 തവണയാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ ഒരു പ്രാവശ്യം മാത്രമാണ്. എന്നാൽ ഒരു തവണയാണെങ്കിൽ പോലും ഇതിൻ്റെ വേര് മുതലാണ് ഇതിൽ പൂക്കൾ. ഇതിൻ്റെ ലീഫുള്ള ഭാഗത്തല്ല ഇതിൽ നിറഞ്ഞ പൂക്കൾ ഉണ്ടാകുന്നത്. അടിഭാഗം തൊട്ട് വേര് മുതലാണ് ഇതിൻ്റെ ആ ഹാർഡി ആയിട്ടുള്ള ഭാഗത്താണ് കൂടുതൽ പൂക്കൾ കാണാറുള്ളത്. നല്ല വലിപ്പമുള്ള പൂക്കളാണ് ഫ്രാസർ ഐലൻഡ് ക്രീപ്പറിനുള്ളത്. നെക്സ്റ്റ് വൺ വരുന്നത് റിബൺ ഗ്രാസ് ആണ്. ഇത് സ്പൈഡർ ഗ്രാസ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇതിന് ഹാങ്ങിങ് പോട്ടിലും അല്ലാതെ ബോർഡർ പ്ലാന്റ് ആയിട്ടൊക്കെ വളർത്തിയെടുക്കാൻ നല്ലൊരു വെറൈറ്റിയാണ്. വെർട്ടിക്കൽ ഗാർഡനിലും ഇതിനെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് പെഡ്ലാന്തസ് ആണ്. പെഡ്ലാന്തസിൻ്റെ ഒരു ട്വിസ്റ്റഡ് ടൈപ്പ് വെരിഗേറ്റഡ് വെറൈറ്റിയാണിത്. ഇതിനെ ഹാങ്ങിങ് ആയിട്ടും അല്ലാതെ നമുക്ക് സ്റ്റാൻഡ് പോട്ടിലൊക്കെ വളർത്തിയെടുക്കാവുന്നതാണ്. ഒരു ഹാഫ് ഇൻഡോർ ആയിട്ടാണ് വളർത്തുന്നതെന്നുണ്ടെങ്കിലാണ് കൂടുതൽ ഭംഗിയായിരിക്കുന്നത്. അടുത്തതായിട്ട് പെറ്റൂണിയയുടെ മൾട്ടി പെറ്റലാണ്. ഇതിന് 90 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇത് നാടൻ വെറൈറ്റിയാണ്. കട്ടിങ്സ് ഉപയോഗിച്ച് പിടിപ്പിച്ച പ്ലാന്റ്സുകളാണ് നമുക്ക് അയച്ചു തരുന്നത്. ഒരുപാട് വലിയ പ്ലാന്റ്സ് അല്ല, പ്ലാന്റ് സൈസ് കറക്റ്റ് എല്ലാവരും ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഒരു പ്ലാന്റിനെ വാങ്ങാൻ. ഈ കളർ മാത്രമാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് കുറ്റിമുല്ലയാണ്. കുറ്റിമുല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മൾട്ടി പെറ്റൽ അല്ല ഡബിൾ പെറ്റൽ പൂക്കളോട് കൂടിയ പ്ലാന്റാണ്. എന്നാൽ ഒരുപാട് ഹൈറ്റ് വെച്ച് ക്രീപ്പ് ചെയ്ത് പോകുന്ന ടൈപ്പല്ല ഈ കുറ്റിമുല്ല എന്ന് പറയുന്നത്. എല്ലാ സമയങ്ങളിലും ഇതിൽ പൂക്കൾ ഉണ്ടാകുകയും ചെയ്യും. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 50 രൂപയാണ് പ്രൈസ്. നെക്സ്റ്റ് വൺ വരുന്നത് തമ്പർജിയ ഇറക്റ്റ. ബ്ലൂ ഫ്ലവറാണ് ഇതിനുള്ളത്. 2 വെറൈറ്റിയാണ് നമ്മളെടുത്ത്, 2 കളേഴ്സാണ് നമ്മളെടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ ബ്ലൂ കളറിന് 50 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇതൊരു സ്റ്റെപ്പ് വെറൈറ്റിയാണ്, കുറ്റിച്ചെടിയാണ്. നമുക്ക് പോട്ടിലോ നിലത്തൊക്കെ വളർത്തിയെടുക്കാം. നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ തന്നെ കൂടുതൽ പരിചരണം ഒന്നുമില്ലാതെ വളർത്തിയെടുക്കാൻ പറ്റിയൊരു പ്ലാന്റാണിത്. നെക്സ്റ്റ് വൺ വരുന്നത് ബാംബു ഓർക്കിഡാണ്. ഈ ഒരു ഓർക്കിഡിൻ്റെ പ്രത്യേകത കൂടുതൽ പരിചരണങ്ങളൊന്നും ആവശ്യമല്ല. നമുക്ക് നോർമൽ പോട്ടി മിക്സിൽ മണ്ണും ചാണകപ്പൊടിയും ചേർത്ത ഒരു പോട്ടി മിക്സിൽ തന്നെ ഇതിനെ നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. കൂടുതൽ പരിചരണങ്ങളോ വളങ്ങളോ ഒന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റാണിത്. നെക്സ്റ്റ് വൺ എലിയോ കാർപ്പസ് ആണ്. ജിമിക്കി കമ്മൽ എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ് ഇതുപോലെ നിറഞ്ഞു പൂക്കളുണ്ടാകുന്ന ഒരു ഹാർഡി വെറൈറ്റിയാണ്. പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതങ്ങനെ നശിച്ചു പോവാറില്ല. 2-3 ദിവസം നനവില്ലെങ്കിൽ പോലും അത്യാവശ്യം മെച്ചുറായ പ്ലാന്റ് യാതൊരു കേടും കൂടാതെ തന്നെ നല്ല നിറഞ്ഞു പൂക്കളായിട്ട് നിലനിൽക്കാറുണ്ട്. ഇത് അങ്ങനെ സീസണലൊന്നുമല്ല, എന്നാൽ ഒരു ഫ്ലവറിങ് കഴിഞ്ഞ് കുറച്ചൊരു ഗ്യാപ്പിട്ട ശേഷമാണ് അടുത്ത് പൂക്കളുണ്ടാകുന്നത്. 60 രൂപയാണ് പ്രൈസ്. നെക്സ്റ്റ് വൺ വരുന്നത് സ്കൾക്യ പ്ലാന്റ് ആണ്. നല്ല റാണി പിങ്ക് നിറത്തിലുള്ള പൂക്കളോട് കൂടിയ ഈ ഒരു പ്ലാന്റ് കുറ്റിച്ചെടിയാണ്. ഇതിനെ നമുക്ക് കട്ടിങ്സ് ഉപയോഗിച്ചാണ് പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത് നശിച്ചു പോവാറില്ല. ഓൾ സീസണായിട്ട് പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റി കൂടിയാണ്. അടുത്തതായിട്ട് വരുന്നത് ഒരു ക്രീപ്പറാണ്, വോങ്ക ക്രീപ്പർ. ഇത് കുറച്ച് കാലങ്ങളെ ആയിട്ടുള്ളൂ നമ്മളെ കയ്യിൽ കിട്ടിയിട്ട്. ഒരുപാട് പഴക്കമുള്ള പ്ലാന്റ് അല്ല, പഴക്കമുള്ള വെറൈറ്റി അല്ല. കുറച്ച് നാളായിട്ടേ ഉള്ളൂ നമ്മുടെ നഴ്സറികളിലൊക്കെ എത്തിത്തുടങ്ങിയിട്ട്. ഇത് വർഷത്തിൽ 2-3 തവണയാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത്. ഉണ്ടാകുന്ന സമയത്ത് നല്ല നിറഞ്ഞ് ചെറിയ പൂക്കളാണെങ്കിൽ പോലും ഒരു വ്യത്യസ്ത നിറത്തിലുള്ള പൂക്കളുമാണ്. കൊലകൊലയായിട്ടാണ് ഈ വോങ്കയിൽ പൂക്കൾ ഉണ്ടാകുന്നത്. അടുത്തതായിട്ട് ഒലിവ് പ്ലാന്റാണ്. കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഒരു ചെടി തന്നെയാണ് ഈ ഒലിവ്. ഒരുപാട് പേർക്കുള്ള സംശയമാണ് കേരളത്തിൽ ഇത് കായ പിടിക്കുമോ എന്നുള്ളത്. നമ്മുടെ നഴ്സറിയിൽ ഇത് കായായിട്ടുണ്ടായിരുന്നു. ലെയർ ചെയ്ത ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയക്കുന്നത്. അടുത്തതായിട്ട് പാഷൻ ഫ്രൂട്ടാണ്. കാവേരി വർഗ്ഗത്തിൽപ്പെട്ട, കാവേരി എന്ന ഫാമിലിയിൽപ്പെട്ട വെറൈറ്റിയാണ് നമ്മൾ ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിങ്ക് ആൻഡ് ഒരു യെല്ലോ ഷെയ്ഡിലുള്ള ഹൈബ്രിഡ് വെറൈറ്റിയാണിത്. നല്ല മധുരമുള്ള, അധികം പുളിയൊന്നുമില്ലാത്ത നല്ല മധുരമുള്ളൊരു ഫ്രൂട്ടാണ് ഇതിനുള്ളത്. 50 രൂപയാണ് പ്രൈസ്. അടുത്തതായിട്ട് ലോലിപോപ്പ് പ്ലാന്റാണ്. ഈ ലോലിപോപ്പ് പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത, ചെറിയ പ്ലാന്റിൽ പോലും, ഒരുപാട് മെച്ചുറാവാത്ത ചെറിയ പ്ലാന്റ്സിൽ പോലും പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാവാറുണ്ട്. മാത്രമല്ല എല്ലാ സമയങ്ങളിലും നല്ല അടഞ്ഞ മഴക്കാലത്ത് പോലും ഇതിൽ പൂക്കളുണ്ടാകും.
നമുക്കിതിനെ പോട്ടിലോ നിലത്തോ ഒക്കെ കൂടുതൽ പരിചരണമൊന്നുമില്ലാതെ തന്നെ വളർത്താം. അടുത്തതായിട്ട് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ റെഡ് കളർ വെറൈറ്റിയാണ് ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 100 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. കട്ടിങ്സ് ഉപയോഗിച്ചാണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. നനവ് അല്പം ശ്രദ്ധിക്കുകയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പരിചരണ രീതി. അടുത്തതായിട്ട് ലില്ലി പില്ലി ഫ്രൂട്ടാണ്. ലില്ലി പില്ലി ഫ്രൂട്ടിന് നമ്മുടെ ചാമ്പയുടെ ഒക്കെ ഒരു ടേസ്റ്റാണുള്ളത്. ഒരുപാട് മധുരമല്ല, ചെറിയൊരു ചവർപ്പും നേരിയൊരു പുളിപ്പും ഒക്കെയാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത്. കട്ടിങ്സ് ഉപയോഗിച്ചാണ് പ്ലാന്റ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇതാണ് പ്ലാന്റ് സൈസ്. നെക്സ്റ്റ് വൺ ലെൻഡാനയാണ്. ലെൻഡാനയുടെ ഒരു ഓഫ് വൈറ്റ്, നല്ല യെല്ലോ അല്ല, ചെറിയൊരു ഓഫ് വൈറ്റ് കളറിലുള്ള പ്ലാന്റാണ്. ഇത് ക്രീപ്പ് ചെയ്ത് പോകുന്ന ടൈപ്പല്ല. കുറ്റിച്ചെടിയായി നിന്നുകൊണ്ട് തന്നെ ചെറിയ പ്ലാന്റിൽ പോലും പൂക്കളുണ്ടാകുന്നൊരു വെറൈറ്റിയാണ്. അടുത്തതായിട്ട് വരുന്നത് പ്രൈഡ് ഓഫ് ഇന്ത്യയാണ്. പ്രൈഡ് ഓഫ് ഇന്ത്യ, മണിമരുത് എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇത് നമ്മുടെ ലെഗസ്ട്രോമിയയുടെ ഒരു ഫാമിലിയിൽപ്പെട്ട പ്ലാന്റാണ്. പൂക്കൾ അതിനോട് തന്നെ സാദൃശ്യമുള്ള പൂക്കളാണ് ഉണ്ടാകുന്നത്. ഇതിൻ്റെ കട്ടിങ്സ് ഉപയോഗിച്ചാണ് ഈ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൂക്കളുണ്ടാകും. അടുത്തതായിട്ട് വൈറ്റ് ക്ലെറോഡെൻഡ്രമാണ്. നോർമലി ക്ലെറോഡെൻഡ്രം അഥവാ വെള്ളക്കൊന്ന എന്നറിയപ്പെടുന്ന പ്ലാന്റിൻ്റെ ആ ഒരു ക്യാപ്പ് വരുന്നത് മെറൂൺ ഷെയ്ഡിലാണ്. നമ്മുടെ അടുത്ത് 2 കളറിലുള്ള പ്ലാന്റ്സും അവൈലബിൾ ആണ്. വൈറ്റും ആ ഒരു മെറൂൺ ഷെയ്ഡിലുള്ള 2 കളേഴ്സും ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏതാണെന്ന് പ്രത്യേകം മെൻഷൻ ചെയ്യേണ്ടതാണ്. അടുത്തതായിട്ട് ക്ലോറോഫൈലം. യെല്ലോ ആൻഡ് ഗ്രീൻ ഷെയ്ഡിലുള്ള ഈ ഒരു പ്ലാന്റ് നമുക്ക് ഹാഫ് ഇൻഡോർ ആയിട്ട് വളർത്തിയെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു വെരിക്കേഷൻ കറക്റ്റ് ആ ഒരു യെല്ലോ കളറിൽ തന്നെ നിലനിൽക്കുന്നതാണ്. ഒരുപാട് പരിചരണമൊന്നും ആവശ്യമില്ല. അടുത്തതായിട്ട് ഗ്ലോറി ബവറാണ്. ഇതിനെ മെക്സിക്കൻ ഹൈഡ്രാഞ്ചിയ എന്ന പേരിലും വിളിക്കുന്നുണ്ട്. ഇത് കുറ്റിച്ചെടിയായി നിന്നുകൊണ്ട് തന്നെ എല്ലാ സമയങ്ങളിലും പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി കൂടിയാണ്. കട്ടിങ്സ് ഉപയോഗിച്ച് നമുക്ക് പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 130 രൂപയാണ് പ്രൈസ്. അടുത്തതായിട്ട് യെല്ലോ അലമാണ്ടയുടെ നാടൻ വെറൈറ്റിയാണ്. നന്നായിട്ട് ക്രീപ്പ് ചെയ്ത് പോയി എല്ലാ സമയങ്ങളിലും പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി കൂടിയാണിത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിന് കൂടുതൽ പരിചരണങ്ങൾ ആവശ്യമില്ല എന്ന് മാത്രമല്ല, നാടൻ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ പ്രതിരോധശേഷി കൂടുതലായിരിക്കും. ഈ ഒരു സൈസിലുള്ള പൂക്കളൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റാണ് 90 രൂപയ്ക്ക് അയക്കുന്നത്. ഇതിന് ചിലതിലൊക്കെ മുട്ടുകളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ വരുന്നത് റിപ്സാലിസിൻ്റെ ഈ ഒരു റെഡ് ഷെയ്ഡാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ നല്ല ഡയറക്റ്റ് സൺലൈറ്റിലോ അല്ലെങ്കിൽ നല്ല വെളിച്ചമുള്ള ഭാഗത്തോ വെക്കുമ്പോഴാണ് ഇതിൻ്റെ ലീഫുകൾക്ക് ഈ റെഡ് ഷെയ്ഡ് കൂടുതലായിട്ട് വരുന്നത്. അടുത്തതായിട്ട് കാസിബൈ ഫ്ലോറയാണ്. ഇതൊരു സ്റ്റെപ്പ് വെറൈറ്റിയാണ്. ഇതിൻ്റെ ഡ്വാഫാണ്, കാസിബൈ ഫ്ലോറയുടെ ഡ്വാഫ് വെറൈറ്റിയാണിത്. ഒരുപാട് ഹൈറ്റ് വെച്ച് പോവാറില്ല. ഇതുപോലെ ചെറിയ പ്ലാന്റിൽ തന്നെ നിറഞ്ഞു പൂക്കളായിരിക്കും. ഓൾ സീസണായിട്ടുള്ള ഒരു സ്റ്റെപ്പ് വെറൈറ്റി കൂടിയാണ് ഈ കാസിബൈ ഫ്ലോറ. കട്ടിങ്സ് ഉപയോഗിച്ചാണ് പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നാൽ നമുക്ക് നോർമൽ രീതിയിൽ ഇതിൻ്റെ കട്ടിങ്സുകൾ പിടിപ്പിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് നമ്മൾ അയക്കുന്നത്. ഇത് കണ്ടില്ല, അയച്ചു തരുന്ന ആ ഒരു ചെറിയ സൈസിൽ പോലും പൂക്കളായി തുടങ്ങിയിട്ടുണ്ട്. അടുത്തതായിട്ട് വരുന്നത് റെഡ് നൈറ്റ് ക്യൂനാണ്. റെഡ് നൈറ്റ് ക്യൂൻ്റെ ഒരു പ്രത്യേകത, ഇത് ഒരു ഫ്ലവർ വിരിഞ്ഞു കഴിഞ്ഞാൽ 3-4 ദിവസം ഈ പൂക്കൾ, ഒരാഴ്ചയിൽ കൂടുതൽ തന്നെ ഈ പൂക്കൾ നിലനിൽക്കാറുണ്ട്. എന്നാൽ രാത്രി കാലങ്ങളിലാണ് ഇതിന് നല്ല സുഗന്ധം ഉണ്ടാകുന്നത്. പകൽ സമയത്ത് ഈ പൂക്കൾക്ക് അത്ര സുഗന്ധമില്ല. രാത്രി സമയത്താണ് നന്നായിട്ട് സുഗന്ധമുണ്ടാകുന്നത്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ മൾബറിയാണ്. നമ്മുടെ നോർമൽ ടൈപ്പ് തന്നെയാണ്. ഒരുപാട് വലിയ ഫ്രൂട്ടല്ല ഈ ഒരു പ്ലാന്റിലുള്ളത്. 50 രൂപയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് അയക്കുന്നത്. അടുത്തതായിട്ട് വരുന്നത് മർമലേഡ് ബുഷ്, ഫയർ ബുഷ് എന്ന പേരിലും ഇതറിയപ്പെടുന്നുണ്ട്. ഇതൊരു കുറ്റിച്ചെടി വിഭാഗത്തിൽപ്പെട്ട പ്ലാന്റാണ്. അത്യാവശ്യം നല്ല പരിചരണം ആവശ്യമായ ഒരു പ്ലാന്റ് കൂടിയാണിത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല. പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ 2-3 ആഴ്ച അത്യാവശ്യം തണലത്ത് തന്നെ വെച്ച് പരിചരിക്കേണ്ടതാണ്. അടുത്തതായിട്ട് നൺ ഓർക്കിഡാണ്. നൺ ഓർക്കിഡ് നമുക്കങ്ങനെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഓർക്കിഡ് വെറൈറ്റി അല്ല. എന്നാൽ ഒരുപാട് പരിചരണം ഇല്ലാതെ സാധാരണ പോട്ടി മിക്സിൽ മണ്ണും ചാണകപ്പൊടിയും ചേർത്ത ഒരു പോട്ടി മിക്സിൽ തന്നെ ഈ പ്ലാന്റിനെ വളർത്തിയെടുക്കാവുന്നതാണ്.
പൂക്കളുണ്ടാകുന്ന സമയത്ത് നിറഞ്ഞ് നല്ല ഭംഗിയിലുള്ള പൂക്കളുണ്ടാകുന്നു. അടുത്തതായിട്ട് ഓറഞ്ച് ടെക്കോമയാണ്. ഓറഞ്ച് ടെക്കോമയുടെ ഡ്വാഫ് വെറൈറ്റിയാണ്. പൂക്കളൊക്കെ ആയി തുടങ്ങിയ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളാണ് അയച്ചു തരുന്നത്. അടുത്തതായിട്ട് വരുന്നത് ഒരു ക്രീപ്പർ വെറൈറ്റിയാണ്, ബിഗ്നോണിയ ക്രീപ്പർ. എന്നാൽ ഇത് ഒരുപാട് പടർന്ന് പന്തലിച്ച് പോകുന്നൊരു ക്രീപ്പർ വെറൈറ്റി അല്ല. നമ്മുടെ പെട്രിയൊക്കെ പോലെ കുറച്ചൊരു ഹാർഡി വെറൈറ്റിയാണ്. ഇതിൻ്റെ പൂക്കൾക്ക് നമ്മുടെ ക്യാറ്റ്സ് ക്ലൗവിൻ്റെ ഒക്കെ ഒരു പൂക്കളോട് സാമ്യം തോന്നാറുണ്ട്. നല്ലൊരു പർപ്പിൾ ഷെയ്ഡിലുള്ള പൂക്കളാണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 100 രൂപയാണ്. അടുത്തതായിട്ട് തമ്പർച്ചി ഇറക്റ്റയുടെ വൈറ്റ് കളറാണ്. ഇതിന് 60 രൂപയാണ് പ്രൈസ് വരുന്നത്. നമ്മുടെ വൈറ്റ് അലമാണ്ടയുടെയും മാൻഡിവില്ലയുടെയും ഒക്കെ ഒരു പൂക്കളോട് സാമ്യം തോന്നാറുണ്ട്. കുറ്റിച്ചെടിയായിട്ട് വളർന്നു നിൽക്കുന്ന ഈ ഒരു പ്ലാന്റിനെ നമുക്ക് പോട്ടിലോ നിലത്തോ ഒക്കെ അധികം പരിചരണം ഇല്ലാതെ തന്നെ വളർത്തിയെടുക്കാവുന്നതാണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. അടുത്തതായിട്ട് മോർണിംഗ് ഗ്ലോറി. പെട്ടെന്ന് ക്രീപ്പ് ചെയ്ത് പോയി നിറഞ്ഞ പൂക്കളുണ്ടാകുന്ന ഒരു ക്രീപ്പിംഗ് വെറൈറ്റിയാണ് മോർണിംഗ് ഗ്ലോറിയുടെ ഈ ഒരു ബ്ലൂ ഷെയ്ഡ്. 50 രൂപയാണ് ഇതിൻ്റെ പ്ലാന്റിന് വരുന്നത്. കട്ടിങ്സ് ഉപയോഗിച്ചാണ് ഇവയുടെ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് പൂക്കളുണ്ടാവുകയും ചെയ്യും. അടുത്തതായിട്ട് ബ്ലാക്ക് ലോക്കസ്റ്റ് ആണ്. ബ്ലാക്ക് ലോക്കസ്റ്റ് ഈ ഒരു സൈസ് പ്ലാന്റിൽ തന്നെ കണ്ടില്ലേ പൂക്കളായി തുടങ്ങുന്നുണ്ട്. ഇത് എല്ലാവരുടെയും ഒരു ഡൗട്ടാണ്, ഇതൊരു മരമാണോ എന്നുള്ളത്. കുറ്റിച്ചെടിയായിട്ട് വളർന്നു നിൽക്കുന്നൊരു പ്ലാന്റാണിത്. നെക്സ്റ്റ് വൺ വരുന്നത് മാംഗോസ്റ്റീനാണ്. മാംഗോസ്റ്റീൻ്റെ സീഡ് മുളപ്പിച്ച പ്ലാന്റ് തന്നെയാണ് കേട്ടോ അയക്കുന്നത്. അതെല്ലാവരും ചോദിക്കുന്നൊരു ഡൗട്ട് ആയതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത്. മാംഗോസ്റ്റീൻ നോർമലി കാണുന്നത് സീഡ് മുളപ്പിച്ചെടുത്ത പ്ലാന്റ്സുകൾ തന്നെയാണ്. ഈ സൈസിലുള്ള പ്ലാന്റിനാണ് 130 രൂപ പ്രൈസ് വരുന്നത്. അടുത്തതായിട്ട് ഏഞ്ചൽ ബിഗോണിയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതിൻ്റെ പൂക്കളെക്കാളും ഭംഗി ഇതിൻ്റെ ലീഫിനാണ്. പൂക്കൾ കാണാനും ഭംഗിയാണ്, പക്ഷേ ഇതിൻ്റെ ലീഫ് നല്ലൊരു വൈറ്റ് ഡോട്ട്സ് വരുന്ന ഈ ഒരു ലീഫുകൾക്ക് വളരെ ഭംഗിയാണ്. ഇതിൻ്റെ ലീഫിൻ്റെ അടിഭാഗം ഒരു മെറൂൺ ഷെയ്ഡിലാണ് കാണപ്പെടുന്നത്. നെക്സ്റ്റ് വൺ നല്ല സുഗന്ധമുള്ള പൂക്കൾ തരുന്ന ഹണിസക്കിൾ പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഈ പൂക്കളുടെ ഒരു പ്രത്യേകത, 3 കളറിലാണ് ഇതിൽ പൂക്കൾ കാണുന്നത്. വൈറ്റ്, യെല്ലോ ആൻഡ് ഗോൾഡൻ ഷെയ്ഡ്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ക്രോട്ടൺ പ്ലാന്റിൻ്റെ സാൻസിബർ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ്. 60 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇതിൻ്റെ ലീഫിൻ്റെ പ്രത്യേകത നിങ്ങൾ കണ്ടല്ലോ, ഒരു 3-4 ഷെയ്ഡിലുള്ള ലീഫുകളാണ് ഇതിലുണ്ടാകുന്നത്. ഫസ്റ്റ് ഒരു ഗ്രീനിഷ് ഷെയ്ഡായിരിക്കും, പിന്നെ ഇതിൻ്റെ ലീഫുകൾ കളർ ചേഞ്ചായി വരാവുന്നതാണ്. അടുത്തതായിട്ട് വയലറ്റ് ജാസ്മിനാണ്. വയലറ്റ് ജാസ്മിൻ്റെ പൂക്കൾക്ക് ഒരുപാട് സുഗന്ധമൊന്നുമില്ല. ഇതിൻ്റെ പൂക്കൾക്ക് ജാസ്മിൻ്റെ പൂക്കളോട് സാമ്യമുള്ളത് കൊണ്ടാവാം ഇതിനെ വയലറ്റ് ജാസ്മിൻ എന്ന് വിളിക്കുന്നത്. കട്ടിങ്സ് ഉപയോഗിച്ച് തന്നെ നമുക്ക് പെട്ടെന്ന് പുതിയ തൈകൾ ഉണ്ടാക്കാം. ഓൾ സീസണായിട്ട് പൂക്കളുണ്ടാകുന്നൊരു വെറൈറ്റി കൂടിയാണിത്. നെക്സ്റ്റ് വൺ ഹൈബ്രിഡ് ബ്രൺഫെൽസിയ. യെസ്റ്റർഡേ ടുഡേ ടുമോറോ എന്നറിയപ്പെടുന്ന പ്ലാന്റിൻ്റെ പ്രത്യേകത നമുക്ക് ഈ പൂക്കൾ കാണുമ്പോൾ തന്നെ അറിയാം. വൈറ്റ്, പിങ്ക്, പർപ്പിൾ ഈ ഒരു 3 കളറിലാണ് ഇതിൽ പൂക്കളുണ്ടാകുന്നത്. എല്ലാ സമയങ്ങളിലും ഹൈബ്രിഡ് വെറൈറ്റിയിൽ പൂക്കളുണ്ടാവാറുണ്ട്. എന്നാൽ ഹൈബ്രിഡ് വെറൈറ്റി നാടൻ വെറൈറ്റി പോലെ ഒരുപാട് സുഗന്ധമുള്ള പൂക്കളല്ല ഉണ്ടാകുന്നത്. എല്ലാ സമയങ്ങളിലും പൂക്കളുണ്ടാവും എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലൂ പാസിഫ്ലോറ. നല്ല ഭംഗിയുള്ള എന്നാൽ പെട്ടെന്ന് തന്നെ ചെറിയ പ്ലാന്റിൽ പോലും പൂക്കൾ തരുന്ന ഒരു ക്രീപ്പർ പ്ലാന്റാണ് ഈ ഒരു പാസിഫ്ലോറ പ്ലാന്റ്. നെക്സ്റ്റ് വൺ പിങ്ക് ലൻഡാനയാണ്. പിങ്ക് ലൻഡാനയുടെ ഡ്വാഫ് വെറൈറ്റിയാണ്. 90 രൂപയാണ് പൂക്കളൊക്കെ ആയി തുടങ്ങിയ അത്യാവശ്യം ബുഷിയായ ഈ ഒരു പ്ലാന്റിന് വരുന്നത്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. ചില പ്ലാന്റിലൊക്കെ നന്നായിട്ട് പൂക്കളുണ്ട്. അടുത്തതായിട്ട് സെൻറ്റ് ജോൺസ് വേട്ടാണ്. യെല്ലോ മെലസ്ട്രോമ എന്ന പേരിലാണ് ഈ പ്ലാന്റ് കോമൺ ആയിട്ട് അറിയപ്പെടുന്നത്. ചെറിയ പ്ലാന്റിൽ തന്നെ ഇതിൽ പൂക്കളുണ്ടാകുന്നു. എന്നാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിനെ സോഫ്റ്റ് പ്രൂൺ ചെയ്ത് കൊടുക്കുമ്പോഴാണ് അധികം വളർന്നു പോവാതെ തന്നെ ഇതിൽ പൂക്കളുണ്ടാകുന്നത്. കട്ടിങ്സ് ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇത് ശരിക്കും മെലസ്ട്രോമയുടെ ഫാമിലി പെട്ടൊരു പ്ലാന്റ് അല്ല. ഇതിൻ്റെ പൂക്കളുടെ ഒരു സാമ്യം കൊണ്ടാവാം ഇത് യെല്ലോ മെലസ്ട്രോമ എന്ന് അറിയപ്പെടുന്നത്. അടുത്തതായിട്ട് ഹിബിസ്കസ് ഡിലീഷ്യസ് ആണ്. ഇത് ഹിബിസ്കസിൻ്റെ ഒരു ഫാമിലി പെട്ട പ്ലാന്റ് ആണ്. എന്നാൽ നമുക്ക് അബൂട്ട്ലോണിൻ്റെ ഒക്കെ ഒരു പൂക്കളോട് സാമ്യം തോന്നാറുണ്ട്. അബൂട്ട്ലോണിൻ്റെ പൂക്കളെക്കാളും വളരെ നല്ല വലുപ്പമുള്ള പൂക്കളാണ് ഇതിലുണ്ടാവുന്നത്. ഇതാണ് പ്ലാന്റ് സൈസ്. നെക്സ്റ്റ് വൺ വരുന്നത് ഗാർലിക് വൈനാണ്.
ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത ഇതൊരു ക്രീപ്പർ വെറൈറ്റിയാണ്. എന്നാൽ കുറച്ച് ഹാർഡിയായി നിന്നിട്ട് ഒരുപാട് ക്രീപ്പ് ചെയ്ത് പോവാതെ തന്നെ പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ്. ഇതുള്ള സ്ഥലത്ത് പാമ്പൊന്നും അധികം വരാറില്ല എന്നാണ് അറിയപ്പെടുന്നത്. ഇതിനൊരു വെളുത്തുള്ളിയുടെ, ഇതിൻ്റെ പൂക്കൾക്കും ഇലകൾക്കൊക്കെ ഒരു വെളുത്തുള്ളിയുടെ സ്മെല്ലുണ്ട്. അടുത്തതായിട്ട് കുലുക്കി ചെടിയാണ്. ഇതിന് ബട്ടർഫ്ലൈ പ്ലാന്റ്, പൂമ്പാറ്റ ചെടി എന്നൊക്കെ അറിയപ്പെടുന്നു. ഈ പ്ലാന്റ് ഉള്ള സ്ഥലങ്ങളിൽ പൂമ്പാറ്റകൾ എല്ലാ സമയങ്ങളിലും നിറഞ്ഞു നിൽക്കാറുണ്ട്. ഇതിൻ്റെ ആ ഒരു ലീഫിനോ പൂക്കൾക്കോ ഏറ്റവും പൂമ്പാറ്റയെ ആകർഷിക്കാനുള്ളൊരു കഴിവുണ്ട്. സീഡ് ഉപയോഗിച്ചാണ് നമ്മൾ പുതിയ പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിൻ്റെ പൂക്കൾക്ക് മാത്രമല്ല ഇതിൻ്റെ കായകളും കാണാൻ വളരെ ഭംഗിയാണ്. മാത്രവുമല്ല എല്ലാ സമയത്തും തേൻ കുടിക്കാനായിട്ട് ഇതിൽ പൂമ്പാറ്റകളും വണ്ടുകളും ഒക്കെ വന്നിരിക്കാറുണ്ട്. ഈ ഒരു സൈസിലുള്ള സീഡ് മുളപ്പിച്ച പ്ലാന്റിന് 50 രൂപയാണ് പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ക്ലെറോഡെൻഡ്രം ആണ്. ക്ലെറോഡെൻഡ്രം അഥവാ വെള്ളക്കൊന്ന. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇതിൻ്റെ രണ്ട് വെറൈറ്റിയാണ് നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ കപ്പ് വരുന്നത് ഒരു മെറൂൺ ഷെയ്ഡിലാണ്. നേരത്തെ കാണിച്ചത് ഒരു ഗ്രീൻ ഷെയ്ഡിലുള്ളതാണ്. ഈ രണ്ട് വെറൈറ്റിയും അവൈലബിൾ ആണ്. ഇതൊരു കുറ്റിച്ചെടിയായി നിൽക്കുന്ന പ്ലാന്റ് ആണ്. അടുത്തതായിട്ട് വരുന്നത് കനകാംബരമാണ്. കനകാംബരത്തിൻ്റെ ഓറഞ്ച് ഷെയ്ഡാണ്. ഇത് ഹൈബ്രിഡ് വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഹൈറ്റ് വെച്ച് പോകുന്നൊരു ടൈപ്പല്ല. ഈ ഒരു ചെറിയ സൈസിൽ പോലും പൂക്കളുണ്ടാവുന്നുണ്ട്. അടുത്തതായിട്ട് കോഞ്ചിയ പ്ലാന്റ് ആണ്. കോഞ്ചിയ പ്ലാന്റിനെ പിങ്ക് പെട്രിയ എന്ന പേരിലും വിളിക്കാറുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു ഡിസംബർ സമയത്താണ് ഇതിൽ പൂക്കളുണ്ടാകുന്നത്. എന്നാൽ പൂക്കളുണ്ടായി കഴിഞ്ഞാൽ 6 മാസത്തോളം 6-7 മാസത്തോളം ആ പൂക്കൾ അതുപോലെ തന്നെ നിലനിൽക്കുന്നു. ഇത് ശരിക്കും ഒരു സീസണൽ പ്ലാന്റ് ആണ്, ഒരു സീസണൽ ഫ്ലവർ ആണെന്ന് പറയാവുന്നതാണ്. അടുത്തതായിട്ട് പെട്രിയാണ്. ഈ ബ്ലൂ പെട്രിയ ശരിക്കും ഒരു ക്രീപ്പർ വെറൈറ്റിയാണ്. എന്നാൽ നമുക്കിതിനെ വെട്ടി നിർത്തി പോട്ടിലും വളർത്തിയെടുക്കാവുന്നതാണ്. നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കുമ്പോഴാണ് ഇതിൽ എല്ലാ സമയങ്ങളിലും പൂക്കളുണ്ടാകുന്നത്. നമ്മൾ നിലത്താണ് വളർത്തുന്നതെന്നുണ്ടെങ്കിൽ ഇത് ഓൾ സീസണായിട്ട് പൂക്കൾ തരുന്നു. നെക്സ്റ്റ് വൺ വരുന്നത് യൂഫോർബിയ ഫ്രാൻകോയിസി. ഇതിന് 250 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇതിനെ നമുക്ക് ഹാഫ് ഇൻഡോർ ആയിട്ട് നല്ല വെളിച്ചമുള്ള ഭാഗത്ത് അകത്ത് പോലും നമുക്ക് ജനൽ സൈഡിലൊക്കെ വളർത്തിയെടുക്കാവുന്നതാണ്. ഒരുപാട് നനവില്ലാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്തതായിട്ട് പിങ്ക് ഹൈഡ്രാജിയാണ്. ഇതിൻ്റെ ഡ്വാഫ് വെറൈറ്റിയാണ്. അതുകൊണ്ട് തന്നെ അയച്ചു തരുന്ന പ്ലാന്റ് ഒരുപാട് ഹൈറ്റ് ഉണ്ടാവില്ല. ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് അയക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ബ്ലാക്ക് സീസി പ്ലാന്റ് ആണ്. നല്ല ബുഷിയായി നിൽക്കുന്ന ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് വെറും 320 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇതിനെ നമുക്ക് ഫുൾ ഇൻഡോർ ആയിട്ട് തന്നെ വളർത്തിയെടുക്കാവുന്നതാണ്. ഒരുപാട് പരിചരണമൊന്നും ആവശ്യമില്ല. ആഴ്ചയിൽ 1-2 പ്രാവശ്യം മാത്രം നനവ് കൊടുത്താൽ മതിയാകും. നമുക്ക് ഈ പ്ലാന്റ് മെച്ചുർ ആവുന്നതിനനുസരിച്ച് നല്ല ബ്ലാക്ക് ആയി കിട്ടും. നെക്സ്റ്റ് വൺ യൂഫോബിയാണ്. 50 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇതിൻ്റെ ലീഫുകൾ നല്ല ഫുൾ മെറൂൺ ഷെയ്ഡിലാണ് കാണപ്പെടുന്നത്. ഇതിൽ ഗ്രീനിഷ് ഉണ്ടാവാറേ ഇല്ല. ഫുൾ മെറൂണായിട്ട് നമ്മൾ നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കുകയാണെങ്കിൽ എല്ലാ ലീഫുകളും നല്ല മെറൂൺ ഷെയ്ഡിലായിരിക്കും ഉണ്ടാകുന്നത്. നെക്സ്റ്റ് വൺ തമ്പർജിയയുടെ വെരിഗേറ്റഡ് ആണ്. വെരിഗേറ്റഡ് തമ്പർജിയ കോക്സീനിയ. ഇതിൻ്റെ ലീഫുകൾ കാണാൻ വളരെ ഭംഗിയാണ്. പൂക്കൾ നമ്മുടെ തമ്പർജിയ കോക്സീനിയയുടെ സെയിം തന്നെയാണ്. എന്നാൽ ലീഫുകൾ ഒരു വൈറ്റ് ഷെയ്ഡും കൂടെ കയറി വരുന്നതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ പ്ലാന്റിന് 60 രൂപയാണ് പ്രൈസ് വരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് അയക്കുന്നത്. അടുത്തതായിട്ട് ഗോൾഡൻ ഗാർഡീനിയാണ്. നല്ല സുഗന്ധമുള്ള പൂക്കൾ ഉണ്ടാകുന്ന ഈ പ്ലാന്റ് സൺഡേ മൺഡേ എന്ന പേരിലും അറിയപ്പെടുന്നു. വൈറ്റ്, യെല്ലോ, പിന്നെ ഒരു ഗോൾഡൻ ഷെയ്ഡ്, ഈ ഒരു 3 ഷെയ്ഡിലാണ് ഈ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത്. അടുത്തതായിട്ട് ബ്ലീഡിംഗ് ഹേർട്ടിൻ്റെ വൈറ്റ് ആണ്. ഇതിനെ നമുക്ക് ക്രീപ്പറായിട്ടും കുറ്റിച്ചെടിയായിട്ടും വളർത്തിയെടുക്കാവുന്നതാണ്. ഒരുപാട് ഓഫറിൽ ഈ ഒരു പ്ലാന്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, എല്ലാ കസ്റ്റമേഴ്സും ഇഷ്ടപ്പെടുന്നൊരു പ്ലാന്റാണിത്. നെക്സ്റ്റ് വൺ മജന്ത ഡേസിയാണ്. മജന്ത ഡേസിയുടെ മൾട്ടി പെറ്റൽ പ്ലാന്റുകളാണ് അയച്ചു തരുന്നത്. ഇതിൻ്റെ പൂക്കളായ പ്ലാന്റ് അല്ല, ജിഫിയിലുള്ള പ്ലാന്റ്സുകളാണ് അയക്കുന്നത്. പ്ലാന്റ് സൈസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. മജന്ത വളരെ അടുത്ത കാലത്താണ് നമ്മുടെ ഒരു മാർക്കറ്റിൽ ഇറങ്ങി തുടങ്ങിയത്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. അടുത്തതായിട്ട് വൈറ്റ് റോസീഡോ. വൈറ്റ് റോസീഡോയും അതുപോലെ തന്നെ അങ്ങനെ കോമൺ ആയിട്ട് എല്ലായിടത്തും കാണുന്നില്ല. യെല്ലോയും റെഡും ഒക്കെ പിന്നെയും കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ നഴ്സറികളിലും വീടുകളിലൊക്കെ കാണാറുണ്ട്. വൈറ്റ് റോസീഡോയുടെ നല്ല ഹെൽത്തി ആയ പൂക്കളൊക്കെ ആയി തുടങ്ങിയ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് 130 രൂപയ്ക്ക് അയച്ചു തരുന്നത്.
അടുത്തതായിട്ട് പിങ്ക് ബ്ലീഡിങ് ഹെർട്ടാണ്. വൈറ്റ് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. അതിൻ്റെ ആ ഒരു പുറമേ ഉള്ള ഒരു ക്യാപ്പ് വരുന്നത് ഒരു പിങ്ക് ഷെയ്ഡിലാണ്. ഉള്ളിലുള്ള ഫ്ലവർ റെഡ് ഷെയ്ഡ് തന്നെയാണ്. ഇതിനെ ഇതുപോലെ കുറ്റിച്ചെടിയായിട്ടും അതുപോലെ ക്രീപ്പറായിട്ടും നമുക്ക് വളർത്തിയെടുക്കാം. ചെറിയ പ്ലാന്റിൽ തന്നെ ഇതിൽ നിറഞ്ഞ് പൂക്കളുണ്ടാകുന്നു. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൽ തന്നെ കണ്ടില്ലേ, എപ്പോഴും പൂക്കളായിരിക്കും. നെക്സ്റ്റ് വൺ വരുന്നത് വാട്ടർ ജാസ്മിനാണ്. വാട്ടർ ജാസ്മിൻ റൈറ്റിയ എന്ന പേരിലും അറിയപ്പെടുന്നു. നല്ല സുഗന്ധമുള്ള പൂക്കളാണ് ഈ ഒരു പ്ലാന്റിന്. നമ്മുടെ ജാസ്മിൻ്റെ ആ ഒരു സൈസിലുള്ള സുഗന്ധമല്ല, വേറൊരു ടൈപ്പ് നല്ല സുഗന്ധമാണ് ഇതിൻ്റെ പൂക്കൾക്കുണ്ടാകുന്നത്. 90 രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് വരുന്നത്. അടുത്തതായിട്ട് പിങ്ക് ലെഗസ്ട്രോമിയാണ്. പിങ്ക് ലെഗസ്ട്രോമിയ ഒരു സ്റ്റെബ് വെറൈറ്റിയാണ്. കുറ്റിച്ചെടി വിഭാഗത്തിൽപ്പെട്ട പ്ലാന്റാണ്. ഇതിൻ്റെ കട്ടിങ്സ് ഉപയോഗിച്ചാണ് നമ്മൾ പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചെറിയ പ്ലാന്റിൽ പോലും, ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളിൽ പോലും പൂക്കളുണ്ടാവുന്നു. ഇതൊരു സീസണൽ പ്ലാന്റ് ആണ്. അടുത്തതായിട്ട് വൈറ്റ് ടെക്കോമയാണ്. വൈറ്റ് ടെക്കോമ ക്രീപ്പർ പ്ലാന്റ് ആണ്. നമ്മുടെ നോർമലായിട്ട് കാണുന്ന ടെക്കോമ പോലെ കുറ്റിച്ചെടിയായി നിൽക്കുന്നതല്ല, അത്യാവശ്യം ക്രീപ്പ് ചെയ്ത് പോയിട്ടാണ് ഇതിൽ പൂക്കളുണ്ടാകുന്നത്. എന്നാൽ ചട്ടിയിൽ വെച്ചാൽ പോലും ഇതിൽ ചെറിയ തൈകളിൽ തന്നെ പൂക്കളുണ്ടാകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഇത് പടർന്ന് കയറി പോവാറുണ്ട്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് 50 രൂപയ്ക്ക് അയച്ചു തരുന്നത്. അടുത്തതായിട്ട് വരുന്നത് മെഡ്നില്ല പ്ലാന്റ് ആണ്. ഈ മെഡ്നില്ല പ്ലാന്റിന് ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ലാത്തൊരു പ്ലാന്റാണ് കേട്ടോ. ഇതിന് ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ലീഫുകൾക്കൊക്കെ ഒരു പൊള്ളലേൽക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മതിലിൻ്റെ സൈഡിൽ നല്ല ഡയറക്റ്റ് സൺലൈറ്റ് ഏൽക്കാത്ത ഭാഗത്തോ അല്ലെങ്കിൽ മരത്തിൻ്റെ അടിയിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ നിലനിൽക്കുന്നതാണ്. അടുത്തതായിട്ട് ലെമൺ വൈനാണ്. ലെമൺ വൈൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതിൻ്റെ പൂക്കൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ചെറിയൊരു കായ ഉണ്ടാവാറുണ്ട്. അത് നമുക്ക് കറികളിലൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായിട്ട് ക്രൈനം ലില്ലിയുടെ ഈ ഒരു പിങ്ക് ഷെയ്ഡാണ്. ഇതിൻ്റെ വലിയ പൂക്കളായ പ്ലാന്റ് അല്ല അയക്കുന്നത്, ഇതിൻ്റെ ബൾബുകളാണ് അയച്ചു തരുന്നത്. 90 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ഇത് എല്ലാ സമയത്തും പൂക്കൾ തരുന്ന ഒരു ലില്ലി വെറൈറ്റി കൂടിയാണ്. ഒരു ഫ്ലവറിങ് കഴിയുമ്പോഴേക്കും അടുത്ത പ്ലാന്റ് പൊട്ടി മുളച്ച് വന്ന് അതിൽ പൂക്കളുണ്ടാവുന്നു. ഇത്രയും പ്ലാന്റ്സുകളാണ് ഈ ഒരു ഓഫർ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ പ്ലാന്റ്സുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ. DTDC അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് പ്ലാന്റ്സുകൾ അയക്കുന്നത്. 100 രൂപയോ അതിൽ താഴെയുള്ള പ്ലാന്റ്സുകളാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ മിനിമം 3 പ്ലാന്റ്സെങ്കിലും എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കോഡ് അവൈലബിൾ അല്ല. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.